ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. പേട്രിയോട്ടിൻ്റെ 11-ാം ദിനം തിങ്കളാഴ്ച കളക്ഷൻ ഇടിവുണ്ടെങ്കിൽ പോലും പ്രതീക്ഷയ്ക്ക് മുകളിലേക്കുള്ളത് തന്നെയായി മാറുകയാണ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഇടിവ് പ്രതീക്ഷിച്ചെങ്കിൽ അത്രയുമൊന്നുമില്ല എന്ന് തന്നെ പറയാം. ഇന്നലെ സിനിമയ്ക്ക് 1.25 കോടിക്ക് മുകളിലായിരുന്നു കേരള കളക്ഷനായി വന്നത്. അതായത് സിനിമ 80 കോടി 11 ദിവസങ്ങൾ കൊണ്ട് കടന്നു എന്നുള്ളതാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു 20,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 34 ലക്ഷം രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് ഫൈനലായി ട്രാക്കിംഗ് കളക്ഷനിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു 40 ലക്ഷം രൂപയ്ക്കടുത്ത് ലഭിക്കുമെന്നുള്ളത്. അങ്ങനെ തന്നെ വരികയാണെങ്കിൽ മികച്ചൊരു കളക്ഷനാണ്. ഏകദേശം 65-70 ലക്ഷം രൂപയ്ക്കടുത്ത് സിനിമയുടെ കളക്ഷൻ വരുമെന്നുള്ളത് തന്നെയാണ്. ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതായത് തിങ്കളാഴ്ച വലിയ ഇടിവ് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. സാമാന്യം തെറ്റില്ലാത്ത ഇടിവ് തന്നെയാണെങ്കിൽ പോലും ഇത് പ്രതീക്ഷയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസം ശനി ഞായർ ദിനങ്ങളിൽ 1 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷകരം തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 27-28 കോടിയും കടന്ന് സിനിമ 30 കോടിക്കടുത്തേക്ക് എത്തുകയാണ്. എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല. 80 കോടി എത്തിയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സിനിമ 100 കോടി ക്ലബിലേക്ക് കയറുമോ എന്നുള്ളതിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറെയും തോന്നുന്നത്. ഏകദേശം ആ റേഞ്ചിലേക്ക് എത്താൻ ചാൻസുകൾ വളരെ കുറവാണ്. ഇനിയുള്ള 10 ദിവസങ്ങൾ മാത്രമാണ് സിനിമയ്ക്കുള്ളത്. അത് കഴിഞ്ഞാൽ ദൃശ്യം 3 എത്താൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണ് ഇതൊരു 100 കോടി അടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നത്? ഇതുവരെ സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാം. ഇല്ലെങ്കിൽ OTT വരുമ്പോൾ കണ്ട് തൃപ്തിയടയുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീൻ മീഡിയാസ്.